ഞങ്ങൾ കണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ടേ അനന്തരവനെ കൊണ്ടുവന്ന് കോളേജിൽ കൊണ്ടുവിടാൻ പോയേച്ച് 1-2 വീടുകളിൽ ഞങ്ങൾക്കൊന്ന് കയറണമായിരുന്നു, 1 സ്ഥലങ്ങളിലൊന്ന് പോകണമായിരുന്നു. അതും കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം ഒത്തിരി താമസിച്ചു. മണി 12 മണിയായി അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ ഇനി വീട്ടിൽ പോയി ചോറുണ്ടാക്കി കഴിക്കലും നടക്കത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് കരുതെന്നറിയാമോ, ഇവിടെ ഒരു കുട്ടനാടൻ വെറൈറ്റി തട്ടുകടയുണ്ടായിരുന്നു. അവിടെ കയറി ഇച്ചിരി ചോറും ഒക്കെ വാങ്ങിച്ച്, പൊതിച്ചോറ് ഒക്കെ വാങ്ങിച്ച്, ഒരു നെത്തോലി വറുത്തതും പിന്നെന്താ വളമീൻ മാങ്ങായിട്ട് കറി വെച്ചതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയാണ്. അവിടെ പോയി അതിൻ്റെ തുറന്നതുണ്ട്, അതിൻ്റെ ടേസ്റ്റൊക്കെ എന്ന് പറഞ്ഞതിന് ശേഷം അതെന്തൊക്കെയാണ് സാധനങ്ങളെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ബാക്കി കടയുടെ വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം. അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ 1-2 പ്രാവശ്യം ഇവിടെ വന്നതാണ്. ഊണ് വാങ്ങിക്കാനായിട്ട് ഊണ് വാങ്ങിക്കാനല്ല, മീൻകറി വാങ്ങിക്കാൻ, നല്ല മീൻകറി എന്നു വാങ്ങിക്കാൻ വന്നതാണ്. പക്ഷെ വന്നപ്പോഴെല്ലാം കട അടച്ചിട്ടേക്കുക. അന്നേരം ഒന്നും ഞങ്ങൾക്കിത് വാങ്ങിക്കാൻ എത്തില്ല. അപ്പം ഞങ്ങൾ വെച്ച് കടയൊക്കെ അടച്ച് പൂട്ടിപ്പോയെന്ന്. ഇന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് കടയുടെ സമയം 10:30 തൊട്ട് 3:30, 2:30, 3 മണി വരെ ഉള്ളെന്നും, അതുപോലെ കാറ്ററിംഗ് ഉള്ള ദിവസം കട തുറക്കാറില്ലെന്നും ഇന്ന് എന്നപ്പോഴാണ് അറിയുന്നത്. അപ്പം നമുക്ക് പറ്റിയ മണ്ടത്തരം തന്നെ ഇത് തന്നെ. സമയം കഴിഞ്ഞോ അല്ലെങ്കിൽ കാറ്ററിംഗ് ഉള്ള ദിവസങ്ങളിൽ ഇവിടെ മീൻ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. കട തുറക്കാഞ്ഞൊന്നുമല്ല, ഇപ്പോഴും കട തുറക്കുന്നുണ്ട്. അവിടുത്തെ ഒരു വലിയ പ്രത്യേകത ഞാൻ കണ്ടത്, അവിടുത്തെ മീൻകറികളെല്ലാം ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്ന മീൻകറികൾ ചട്ടിക്കകത്ത്, വലിയ ചട്ടിക്കകത്ത് വെച്ചിട്ട് അടച്ചു വെച്ചേക്കുന്നതാണ് കണ്ടത്. പിന്നെ നല്ല തിരക്കഞ്ച ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ ആൾക്കാർ പലരും വന്ന് ഇവിടുന്ന് മീൻകറി വാങ്ങിക്കാനായിട്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. അതും കണ്ടുവെച്ചാണ് ഞങ്ങൾ വരുന്നത്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയി ഊണും കഴിഞ്ഞ് ഊണിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം കടയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയും. അതല്ലേ നല്ലത്. അപ്പോൾ ഊണിൻ്റെ വിശേഷം ആദ്യം അറിയണ്ടേ, എന്നാലേ കടയെ കുറച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം നമുക്ക് ഊണിൻ്റെ വിശേഷങ്ങളൊന്ന് അറിഞ്ഞിട്ട് വരാം. ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പോങ്ങുമൂട്ടിൽ നിന്ന് ശ്രീകാര്യത്തേക്ക് വരുമ്പം ഒരു റൈറ്റ് സൈഡിൽ രാമേന്ദ്രൻ സൂപ്പർ ഷോപ്പിയുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 10 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കടയാണ് കുട്ടനാടൻ വെറൈറ്റി കട. അത് നമുക്ക് കാണുമ്പം തന്നെ അറിയാം കടയൊക്കെ. അവിടെ ഒരു ചട്ടിയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. അതാണ് ശരിക്കുള്ള ലൊക്കേഷൻ. അത് ഞാൻ മുമ്പേ പറയാൻ അങ്ങ് വിട്ടുപോയതാണ്. ഞങ്ങൾ കുട്ടനാടൻ തട്ടുകടയിൽ ചോറ് കഴിക്കാം. വിളമ്പ് വെച്ച് വിശപ്പ് കാരണം കഴിച്ചു. എൻ്റെ പൊതിയിലൊരെണ്ണം ഇപ്പം കഴിക്കുമ്പോൾ കാണിച്ചു തരാം. എനിക്ക് സൂപ്പർ ടേസ്റ്റ് ആട്ടെ. മീനിനൊക്കെ പച്ചയിറച്ചി മീൻകറി ആണ്, നല്ല പച്ചയിറച്ചി മീൻകറി രണ്ട് കണ്ടിരിക്കുന്നുണ്ടോ, കാണിച്ചു തരാം. അതെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റ്, നല്ല എരി, നല്ല ടേസ്റ്റുള്ള മീനാണ്. മീനിനും കാണിച്ചു തരാം. അത് പച്ച ഇറച്ച വിളമീൻ കറി, അതിനകത്തേക്കുന്ന പച്ചമുളകിൻ്റെ തന്നെ നല്ല ടേസ്റ്റ്, നല്ല എരിയുണ്ട്, സൂപ്പർ. നമ്മുടെ നെത്തോലി ഫ്രൈ, സവാളയൊക്കെ ഇട്ട് അതിൻ്റെ പൊടിയൊക്കെ അതിനകത്തുണ്ട്. അതും നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അതിനകത്തുള്ള കൂട്ടാനുകൾ പറഞ്ഞാൽ ഇച്ചിരി അവിയലും, ഇച്ചിരി തോരനും, ഇച്ചിരി പച്ചടിയും. കറികളായിട്ട് കണ്ട് പച്ചടിയുണ്ട്, ചമ്മന്തിയാണത്. ഞാൻ ഇച്ചിരി കണ്ടിട്ടുള്ളൂ, അത് ചോറിനൊക്കെ വരട്ടെ. ചമ്മന്തിയാണ് ഞാൻ പൊതി കഴിക്കുമ്പോൾ കാണിച്ചത് ഇതൊക്കെയാണ് ഉള്ളതെന്ന്. ഇതാണ് അവരുടെ പൊതിച്ചോറ്, പച്ചരിച്ചോറല്ല, നല്ല വെളുത്തരിയുടെ ചോറാണ്. അവിയൽ, ഇവിടെ തോരന്, ഇത് മാങ്ങാച്ചമ്മന്തി കേട്ടോ, പിന്നെ ഇച്ചിരി നാരങ്ങയുണ്ട്. ഇത്രയാണ് കൂട്ടാനുകൾ. എനിക്കിനി വിളമ്പിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയുള്ളത്. ഞാൻ ചൂടുണ്ട്, ഫാനിൻ്റെ ശബ്ദം കണ്ട വലിയ ഇരപ്പ് കേൾക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് എൻ്റെ തിരുവനന്തപുരത്ത് പോങ്ങുമൂട്ടിൽ കുട്ടനാടൻ വെറൈറ്റി തട്ടുകട എന്ന് പറയുന്ന ഒരു കടയുടെ മുമ്പിലാണ്. അവിടെ നല്ല സൂപ്പർ ടേസ്റ്റി മീൻകറി കിട്ടും എന്നറിഞ്ഞുകൊണ്ട് കുറച്ച് മീൻകറി വാങ്ങിക്കാനായിട്ട് വന്നതാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവരോട് ചോദിച്ച് നമുക്കവിടെ കാണുന്ന കാഴ്ചകളും ഞാൻ അതിൽ പറയാം. നമുക്കിനി ബാക്കിയുള്ള വിഭാഗങ്ങളിലെല്ലാം കണ്ടുവരാം. മീൻ വിഭവങ്ങൾ കൂടാതെ അവിടെ പ്രധാനമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ലിസ്റ്റാണ് കാണുന്നത്. ഇവിടെ കാറ്ററിംഗ് ഉണ്ടവർക്ക്, അതിൻ്റെ അവരെ വിളിക്കേണ്ട നമ്പറാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ബാക്കി വിവരം കാണാം. എൻ്റെ ഈ കാണുന്ന ചട്ടി എല്ലാം മീൻ ഐറ്റംസ്, പല സൈസ് മീനുകൾ പല സൈസ് കറി വെച്ചാണ്. പിന്നെ ഒരെണ്ണം ചിക്കൻ റോസ്റ്റും 1 ബീഫ് റോസ്റ്റും ഉണ്ട്. ബാക്കി എല്ലാം മീൻ ഐറ്റംസാണ്. പിന്നെ അതിൻ്റെ ഇവിടെ ഒരു പൊതി ഈ കാണുന്ന പൊതി നമ്മുടെ കിഴി ബിരിയാണിയാണ്. അത് ദം ബിരിയാണി കിഴിയാക്കി വെച്ചേക്കുന്നതാണ്. ഞങ്ങളിവിടുന്ന് ഇത്രയും കണ്ടപ്പിച്ചിട്ട് പൊതിച്ചോറുകൾ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിക്കകത്ത് എന്തൊക്കെ ഇരിക്കുന്നത് കാണണ്ടേ, ഒന്ന് കണ്ടുവരാം. വേളമീൻ്റെ തല കറി വെച്ചത്, ചിക്കനാ. ഇത് ചൂരക്കറി അല്ലേ? ഇതെങ്ങനെ എല്ലാം കിലോ കണക്കാണോ കൊടുക്കുന്നത്? കിലോ കണക്കാണോ? ഇതെന്താ ഇത് കറി? ഇതെന്താ ഇത്? ബീഫ്. ഇത് ബിരിയാണിയാണ്.
പിരി ബിരിയാണി സാധാരണയായിട്ടുള്ള വ്യത്യാസം ദമ്മാണ്. അങ്ങനെ ദം ബിരിയാണി. ഇതിനെങ്ങനെ റേറ്റ് പിരി ബിരിയാണി റേറ്റ് എങ്ങനെയാണ്? ഇത് ചൂരക്കറി. ഇത് ചൂരക്കറി എന്നല്ലേ പറഞ്ഞേ? ചൂരക്കറി. ഇത് കണവ റോസ്റ്റ്. ഇത് കൊഞ്ച് തീയൽ. കാണാൻ നല്ല സുഷാനും കൂട്ടത്തില്ല. ഇത് ഞണ്ട് റോസ്റ്റ്. ഇത് വെളമീൻ കറി. ഇത് നെത്തോലി മുരിങ്ങയ്ക്കയുടെ പീര വെച്ച്. നമ്മുടെ സാറിന് നെത്തോലി തന്നെ പീര വെക്കുന്നത്. ഇതെന്താന്നാണ്? ഇതെന്ത് കറിയെന്നാണ്? അയലക്കല്ലേ? എടുക്കണ്ട. മയിലയും മാങ്ങയിടോ? കപ്പ. നെയ്മീൻ ചൂര വറുത്തരച്ച് വെച്ചോ? കുടംപുളി ഇട്ട് വെച്ചോ? ഇടയ്ക്ക് അടച്ചിട്ടൊക്കെ ഉണ്ടോ കട? കുറച്ചാള് അടച്ചിടും. ഞങ്ങൾ ഒന്നുണ്ടോ ശരി വന്നപ്പോ അടച്ചിട്ടേക്കെന്നാ ചോദിച്ചത്. അല്ല ഇപ്പൊ എത്ര സമയത്ത് അതിന്റെ സമയം എത്ര മണി വരെ? ഇത് എത്ര മണി? ആ ഇപ്പൊ അടയ്ക്കും. ദിവസം അങ്ങനെ തന്നെ? ദിവസം നെത്തോലി ഫ്രൈ. ഇതെന്താ മീനാന്ന് പറഞ്ഞത്? സിലോപ്പിയ ഫ്രൈ. സിലോപ്പിയ ഫ്രൈ. അത് പീസാണ് വില? ഫുള്ളാ? അതെ, അതിന്റെ ഒരു പീസിനാണ്. പൊതിച്ചോറ് വെജിറ്റേറിയനാ. അപ്പൊ നമ്മള് പൊതിച്ചോറ് വാങ്ങിച്ചാൽ നമുക്ക് അഡീഷണൽ കറി വേണമെങ്കിൽ വാങ്ങിക്കണം. അതിലൂടെ വാങ്ങിക്കണം. മീൻ ഐറ്റംസാ കൂടുതലുള്ളത്. അല്ലാതെ ഈ ചപ്പാത്തി പൊറോട്ട അങ്ങനെ സംഭവം ഒന്നുമില്ല. ഊണ് മാത്രമേ ഉള്ളൂ. ഉച്ചക്കലത്തേത് മാത്രം. ഊണ് കഴിക്കുകയാണെങ്കിൽ അതും ഈ വെജിറ്റേറിയനും അഡീഷണൽ സെയിം തന്നെ. അതിന്റെ റേറ്റ് എങ്ങനെ വരും? അങ്ങനെ മീൽസ് 80 രൂപ. മറ്റേ ഇതിന്റെ പ്ലേറ്റ് അനുസരിച്ച് ഓരോന്നിനും പ്ലേറ്റ് അനുസരിച്ചുള്ളതാണ്. പൊടിയൊക്കെ എന്താ അതും കൊടുക്കും? ഇങ്ങനെ ഫ്രൈയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. കാറ്ററിംഗ് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യണം. ഇപ്പൊ എത്ര ദിവസം മുമ്പേ ഉണ്ടോ? അത് 3 ദിവസം മുമ്പേ ഓർഡർ ചെയ്താൽ പറയുന്ന സമയത്ത് എത്തിച്ചേരും. നമ്മൾ ഓണറാണോ? പേരെന്താ? സദ്യയുണ്ടല്ലേ? മീനൊക്കെ എടുക്കുന്ന എവിടുന്നാ? എവിടുന്ന്? ഹാർബറിൽ പോയിരുന്ന? അല്ലാത്തടുക്കും. പരിപ്പ്, തോരന്, മാങ്ങാ ചമ്മന്തി, അവിയല്, നാരങ്ങ. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് എന്താണ്ടോ? പുളിശ്ശേരി, സാമ്പാർ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ, മീനില്ലാതെ ഇത്രയെല്ലാം കൂട്ടിയിട്ട് 80 രൂപയുള്ള ഒരു ഊണിൻ്റെ വില. നല്ല ലാഭമാണ്. നല്ല ടേസ്റ്റുള്ള കൂട്ടാനുകളൊക്കെയാണ്. ഇനി ഞങ്ങളൊന്നുണ്ട് വെച്ച് കയ്യൊക്കെ കഴിയിട്ട് വരാം. തൽക്കാലം ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്കിതുപോലെ പുതിയ വീഡിയോസ്, നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.